വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. സോ +1 ക്രിസ്മസ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ മക്കളെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. എത്ര ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിനുള്ളത്? ഒരു കംപ്ലീറ്റ് വെയിറ്റേജ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നിരുന്നു. ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ടേമിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. +2കാർക്കാണ് ഫസ്റ്റ് ടേമിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത്. അവർക്ക് ഒരു 15-20% ചോദ്യങ്ങളെ ഫസ്റ്റ് ടേം എന്ന് വരും. പക്ഷെ +1 ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. ഓണം എക്സാം സ്കൂൾ വൈസ് നടത്തിയാണ്. സ്കൂളുകൾ നടത്തിയ എക്സാം ആണ് ഓണം എക്സാം. ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യാ, എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും അല്ലേ. അവർക്ക് ഭയങ്കര ഒരു സംശയമുണ്ട്. കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞ ചെറിയൊരു ചാപ്റ്റർ ആണ് റിഡോക്സ് റിയാക്ഷൻസ്. അതില് ബാലൻസിങ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിരിക്കും. അപ്പൊ റിഡോക്സ് എക്സാമിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ കുട്ടികൾക്കും ഇപ്പോഴും ഉള്ളൊരു അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട. കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷൻ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം റിഡോക്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ കഴിഞ്ഞ വർഷം 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നു. കാരണം 4 മാർക്ക് ഓർമ്മിക്കുക അല്ലേ. തീം അനുസരിച്ച് ഡിസംബർ വരെ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് റിഡോക്സ്. അപ്പൊ റിഡോക്സിൽ നിന്ന് കുറച്ചെങ്കിലും പോർഷൻ വരാനുള്ള സാധ്യത വളരെ മുഴുവൻ ടോപ്പിക് ഉണ്ടാവില്ല. അതിന്റെ പകുതി വരെ എങ്ങനെയാലും കാണാം. അതെ, വളരെ കുറഞ്ഞൊരു വെയിറ്റേജ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 5 മാർക്കിനൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൽ വന്നത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ഓക്സിഡന്റ് ആൻഡ് റിഡക്റ്റന്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് അതിൽ ഓക്സിഡന്റിന്റെയും റിഡക്റ്റന്റിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും ആ ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ഓക്സിഡന്റും റിഡക്റ്റന്റും, അപ്പൊ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്ത ആറ്റം അറിയണം, റിഡക്ഷൻ അണ്ടർഗോ ചെയ്ത ആറ്റം അറിയണം, ഓക്സിഡൈസിങ് ഏജന്റ് അറിയണം, റെഡ്യൂസിങ് ഏജന്റ് അറിയണം. നമുക്ക് നോക്കാം അല്ലെ. ആദ്യം ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യണം. സോഡിയം ആണ്. ഒരു എലമെന്റ് മാത്രമാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് അറിയാം. ഓക്സിഡേഷൻ നമ്പർ ഓഫ് an element in its elementary state is 0. ഇപ്പൊ സോഡിയം ഒറ്റയ്ക്ക് നിന്നാൽ 0. പക്ഷെ സോഡിയം ക്ലോറിന്റെ കൂടെയോ ഹൈഡ്രജന്റെ കൂടെയോ ഒക്കെ നിന്നാൽ ഒരിക്കലും 0 അല്ല. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്താ 0 ആണെന്ന് ഓർക്കുക. H2 ഒറ്റയ്ക്കാണ്, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ H2 കണ്ടാൽ, O2 കണ്ടാൽ, N2 കണ്ടാൽ അവരുടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇനി സോഡിയം ഹൈഡ്രൈഡ് ആണ്. മക്കളെ, ഹൈഡ്രൈഡുകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഓൾവേസ് +1 എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ എപ്പോഴും അത് +1 അല്ല. ഒരു മെറ്റലിന്റെ കൂടെ ഹൈഡ്രജൻ നിന്നാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആവും. ഹൈഡ്രജൻ നിൽക്കുന്നത് ഒരു മെറ്റലിന്റെ കൂടെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ -1. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ സോഡിയത്തിന്റെതാണ് +1, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആ. ഇനി ആർക്ക് ഓക്സിഡേഷൻ നടന്നേ നോക്കാം. സോഡിയം 0യിൽ നിന്ന് +1ലേക്ക്, 0ത്തിൽ നിന്ന് 1 മാർക്ക് കിട്ടിയ ആർട്ടിന്റെ മാർക്ക് ലിസ്റ്റ് 0യിൽ നിന്ന് +1 ആയി മാറി. മാർക്ക് കൂടിയിരിക്കുന്നു എന്ന്. അപ്പൊ കൂടിയ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിച്ച ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ച് അയാൾ റെഡ്യൂസിങ് ഏജന്റ് അഥവാ റിഡക്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കുക. യെസ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എന്താ സംഭവിച്ചേ? 0യിൽ നിന്നും -1ലേക്ക് പോയി. അതായത് വീണ്ടും കുറഞ്ഞു, ഇച്ചിരി കുറഞ്ഞു. സോഡിയത്തിന്റെ ഹൈഡ്രജൻ 0 നിന്ന് -1 ആയി ഡിക്രീസ് ബൈ 1. യെസ്. അപ്പൊ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ആളാണ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ്. ആരാണോ റിഡക്ഷന് പോകുന്ന അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഓക്സിഡന്റ് ആണ്. ഓക്സിഡന്റ്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇവിടുത്തെ ഓക്സിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? H2 ആണ് ഇവിടുത്തെ ഓക്സിഡന്റ്. ആൻഡ് റിഡക്റ്റന്റ് എന്ന് പറയുന്നത് സോഡിയം ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ. ഐഡന്റിഫൈ റിഡക്റ്റന്റ് ആൻഡ് ഓക്സിഡന്റ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. ക്ലിയർ ആയി. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ എക്സാമിന് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ആർ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ആൻഡ് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഒരേ മോളിക്യൂൾ ഓക്സിഡേഷനും റിഡക്ഷനും പോവുകയാണെങ്കിൽ അത്തരം റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊന്ന് അങ്ങോട്ടേക്ക് എഴുതാം അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വെള്ളവും അതേപോലെ ഓക്സിജനുമായിട്ട് മാറുന്നു. നമ്മൾ വെറുതെ ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്നു വെക്കത്തില്ല അല്ലെ. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ബോട്ടിൽ വെച്ചാൽ പിന്നെ വെള്ളം ഉണ്ടാവുള്ളൂ. അത് ലൈറ്റ് കളർ ഇല്ലാത്ത ഒരു കളർലെസ് ബോട്ടിൽ വെച്ചാൽ അത് വെള്ളമായി പോകും. കാരണം അത് ഓക്സിഡൈസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായി മാറും എന്നാ പറയുന്നത്. ഓക്സിജൻ ഒക്കെ പറന്ന് പുറത്തേക്ക് പോകും. യെസ്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് ഓൾവേസ് -1. സാധാരണ ഓക്സിജന് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൊടുക്കാറ്. പക്ഷെ പെറോക്സൈഡുകളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, ബേരിയം പെറോക്സൈഡ് പോലുള്ള പെറോക്സൈഡുകളിൽ
ഹൈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. Yes. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ പെറോക്സൈഡിലും സൂപ്പർ ഓക്സൈഡുകളിലും ഒക്കെ അത് പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വാട്ടർ H2O-ൽ ഹൈഡ്രജൻ +1 വാട്ടർ ഓക്സിജൻ എന്താണ്? -1. ഓക്സിജൻ -2. ക്ലിയർ അല്ലേ? ഇനി H2O2 N2 എന്ത് കണ്ടാലും 2 കണ്ടാൽ അതെന്താ? സിമിലർ എലമെന്റുകളാണെങ്കിൽ, മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിമിലർ എലമെന്റുകളാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. 0. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. ഹൈഡ്രജന് റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാ. റിയാക്ഷൻ കഴിഞ്ഞിട്ടും ഹൈഡ്രജൻ എന്ത് തന്നെയാ? +1 സംഭവിച്ചിട്ടില്ല. യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ ഓക്സിജൻ റിയാക്ഷന് മുൻപ് -1 ആ. ഇവിടെ നമ്മൾ നോക്കിയപ്പോ റിയാക്ഷന് ശേഷം അത് -2 ആയി. -1 നിന്ന് -2ലേക്ക് പോകാന്ന് വെച്ചാൽ കൂടണോ കുറയണോ? ഒന്ന് കുറയാ ചെയ്ത്. -1 -2ലേക്ക് ഒന്നങ്ങോട്ട് കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യാണ്. ആൻഡ് ദ പ്രോസസ് is called reduction. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 നിന്ന് -2ലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മക്കള് മനസ്സിലാക്കിയോ, ഒന്നങ്ങോട്ട് കുറഞ്ഞു. ഇതേ ഓക്സിജൻ തന്നെ എന്ത് ചെയ്തു? -1 നിന്ന് 0ലേക്ക് പോയി. -1 നിന്ന് 0ലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടി. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് റിഡക്ഷൻ, കൂടുന്നത് ഓക്സിഡേഷൻ. ഇവിടെ രണ്ടും സംഭവിച്ചിരിക്കുന്ന ആർക്കാർത്തി? ഹൈഡ്രജൻ പെറോക്സൈഡ് രണ്ടും സംഭവിച്ചിരിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡേഷനും പോയിരിക്കുന്നു, ഹൈഡ്രജൻ പെറോക്സൈഡ് റിഡക്ഷനും പോയിരിക്കുന്നു. അപ്പൊ മക്കളെ ഒരേ എലമെന്റിന് തന്നെ സൈമുൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഒരേ മോളിക്യൂൾ തന്നെ ഓക്സിഡൈസിങ് ഏജന്റായിട്ടും റെഡ്യൂസിംഗ് ഏജന്റായിട്ടും വർക്ക് ചെയ്യുന്നു എന്നാണ് അപ്പൊ ഓക്സിജൻ തന്നെയാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജന് തന്നെയാണ്, സിമിലർ എലമെന്റിന് തന്നെയാണ് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷനും റിഡക്ഷനും നടന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് എന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു സാധനം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എന്തായാലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഓക്സിഡേഷൻ പഠിക്കണം, റിഡക്ഷൻ പഠിക്കണം, ഡിസ്പ്രപ്പോർഷനേഷൻ പഠിക്കണം, പിന്നെ ബാലൻസിങ് ഒന്ന് നോക്കി വെച്ചേക്കാം. എന്തൊക്കെ പഠിച്ചാലും ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റിനെ റെഡ്യൂസിംഗ് ഏജന്റിനെ അനലൈസ് ചെയ്യാൻ ചോദിക്കും. രണ്ടാമത് എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ചോദിക്കും. ബാലൻസിങ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷങ്ങളൊന്നും ബാലൻസിങ് വന്നിട്ടില്ല. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് 2 ചാപ്റ്ററേ ഉള്ളൂ. അതുകൊണ്ട് റിഡോക്സ് കംപ്ലീറ്റ് ബാലൻസിങ് നിങ്ങൾ അസിഡിക് മീഡിയ ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ബാലൻസിങ് ചിലപ്പോ വന്നേക്കാം. കാരണം ഈ ഒരു ചാപ്റ്റർ വെയിറ്റേജ് കുറവാണ്. എനിവേ ഈ ചാപ്റ്റർ നോക്കി വെക്കാം. അപ്പൊ ഓക്കെ, ബൈ.